ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദരണീയരായ എല്ലാ ഗുരുദേവ ഭക്തർക്കും എൻ്റെ ചതയ ദിനാശംസകൾ. ചതയം ഓർക്കാൻ ഒരു ഹൃദയം. നവോത്ഥാന നായകനായ ഗുരുദേവന്റെ 171ാമത് ജയന്തി ദിനാചരണം ആണല്ലോ ഇന്ന് ലോകമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ എല്ലാ പേരും ഉച്ചനീചത്വ വ്യത്യാസമില്ലാതെ ജീവിച്ചിരുന്നു എന്ന ഉദാത്ത സങ്കല്പത്തിൽ അധിഷ്ഠിതമായ പൊന്നോണം ആഘോഷിക്കുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ ചതയം നാളിലാണ് 1855 ശ്രീനാരായണ ഗുരുദേവൻ ഭൂമിയിൽ അവതാരം ചെയ്തത്. ഒരു മാവേലിക്കാലത്തിന്റെ പുനഃസൃഷ്ടിക്കായി അവതരിക്കപ്പെട്ട ആ മഹാപുരുഷന്റെ ജീവിതം ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ആരംഭിക്കപ്പെട്ടത്. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് കിടന്ന വർഗസഞ്ചയത്തെ വിമോചന സ്വതന്ത്രരാക്കി പ്രകാശം തന്ന ജ്ഞാനസൂര്യനായ ശ്രീനാരായണ ഗുരു കേരള ചരിത്രത്തിലെ ഗിരിശിഖരമാണ്. വാദിക്കാനും ജയിക്കാനുമല്ലാതെ അറിയാനും അറിയിക്കുവാനുമായി ജീവിച്ച ആ തേജോരൂപന്റെ ദർശനങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ മോചന മന്ത്രമായി ശബ്ദവിഹീനരുടെ ശബ്ദവും അഭിമാനഹീനരുടെ അഭിമാനവുമായി എത്രയോ നൂറ്റാണ്ടുകളായി പീഡനം അനുഭവിച്ച ഒരു വിഭാഗത്തിന്റെ കണ്ണീരൊപ്പിയെടുക്കാനായി ഗുരുദേവൻ ജീവിച്ചു. ജാതീയ അവശത ജന്മം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പിന്നാക്ക വിഭാഗങ്ങളിൽ സ്വാതന്ത്ര്യബോധം വളർത്തുക എന്നത് ചെറുപ്പത്തിൽ തന്നെ ശ്രീനാരായണൻ ജീവിത ലക്ഷ്യമാക്കി. 1888 കാലഘട്ടം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടിരുന്നു. അതേ വർഷം തന്നെ ആയിരുന്നുവല്ലോ അരുവിപ്പുറത്ത് ഗുരുദേവൻ ബ്രാഹ്മണരെ മൗനമായി വെല്ലുവിളിച്ചുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഒത്തുചേരുന്ന ഒരു പ്രാർത്ഥനാലയത്തിന് രൂപം നൽകിയത്. ഈ വിരുദ്ധ കർമ്മത്തിന്റെ അലയൊലികൾ കേരള ചരിത്രത്തിന്റെ കൽപ്പാന്തകാലത്തോളം നിലനിൽക്കും. ഗുരുവിന് ഒത്തിരി പ്രതികൂല ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ ഗുരുവിനൊപ്പം ചേർന്ന് നിന്നവരായിരുന്നു ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപ്പു മൂലൂർ, നടരാജഗുരു, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ തുടങ്ങിയവർ. 1927 കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ ഒന്ന് മാത്രം മതി ഗുരുവിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ആഴമറിയാൻ. ദൈവം എന്ന നാമത്തിന് ഒരു നവീന നിർവചന ചാരുതയേകിയ ഗുരുദേവൻ 1928 സെപ്റ്റംബർ 21 മഹാസമാധിയായി. പക്ഷേ ഗുരു ചൈതന്യം ഇന്നും എന്നും നിലനിൽക്കും. നവീന കേരളമാണ് ഗുരുവിന്റെ ഏറ്റവും നല്ല സ്മാരകം. സ്ത്രീകൾ അന്യരെ ആശ്രയിക്കാതെ സ്വപ്രയത്നം കൊണ്ട് കരുത്താർജിച്ച് നവീനതയിലേക്ക് നീങ്ങുക എന്നതാണ് ശ്രീനാരായണ സന്ദേശങ്ങളുടെ അന്തഃസത്ത. ജാതിയുടെ പേരിൽ ജനങ്ങളെ അനേകം തട്ടുകളായി തിരിച്ചു നിർത്തിയിട്ട് മുകൾ തട്ടിലുള്ളവർ താഴ്ന്ന തലത്തിലുള്ളവരെ ചൂഷണം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്ന കാലത്ത് നടന്നിരുന്നത്. ഏത് അടിമത്തവും, ഏത് അപമാനവും, ഏത് ചൂഷണവും, ഏത് മർദ്ദനവും ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ എല്ലാ ജനവിഭാഗങ്ങളിലും ഉളവാക്കാൻ ആർഷഭാരത സംസ്കാരങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോട് ഇതിന് ഒരു വ്യതിയാനം ഉണ്ടായെങ്കിലും ഗുരു തുടങ്ങി വെച്ച നവീകരണ പ്രക്രിയ ഇനിയും പൂർത്തിയായിട്ടില്ല എന്നത് ഒരു ദുഃഖസത്യം മാത്രം.
ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടിയാണ് ഗുരുദേവൻ നിലകൊണ്ടതെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അത്തരമൊരു സങ്കുചിതമായ വീക്ഷണം നമ്മുടെ ഗുരുദേവനോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ആയിരിക്കും. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും മതത്തോടോ സമുദായത്തോടോ നമുക്ക് പ്രത്യേകമായ മമതയോ ബന്ധമോ ഇല്ല എന്ന്. ഗുരുവിന്റെ ഏത് പ്രവൃത്തിയെടുത്തു പരിശോധിച്ചാലും വിശാലമായ മനുഷ്യ സഹോദരത്തെ ആണ് സദാ സ്വപ്നം കണ്ടിരുന്നതെന്ന് കാണാൻ കഴിയും. നല്ലൊരു കുടുംബിനി എങ്ങനെ ആയിരിക്കണമെന്നും ഗുരുദേവൻ ഭാര്യാധർമ്മത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വാക്ശുദ്ധി, മനഃശുദ്ധി എന്നിവയ്ക്ക് ഗുരുദേവൻ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അക്ഷരങ്ങളുടെ ആകർഷകത്വം, വ്യക്തത, സ്വരമാധുര്യം, പദങ്ങളുടെ സ്ഫുടത, ഔചിത്യം, ചേർച്ച ഇവ വാക്കിന്റെ ഗുണങ്ങളാകുന്നു. മറ്റുള്ളവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കാതിരിക്കൽ, സത്യം, ഹിതം, വേദപാരായണം, കീർത്തനം, ഭംഗി, പ്രിയത്വം ഇവ കൊണ്ട് വാക്ക് എപ്പോഴും ശുദ്ധമാക്കുന്നു. വാക്ക് ശുദ്ധമായിരുന്നാൽ ജീവിതം ശുദ്ധമാകും. ഒരുവന്റെ വാക്കാണ് വിജയപരാജയങ്ങളുടെ അടിസ്ഥാന കാരണം. മനഃശുദ്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നേര്, കരുണ, സ്നേഹം, മാർദ്ദവം, ധൈര്യം, ലജ്ജ, കോപമില്ലായ്മ, ഏകാഗ്രത ഇവ മനഃശുദ്ധിയെ ഉളവാക്കുന്നു. മനസ്സിൽ തെറ്റിദ്ധാരണകൾ വച്ചുകൊണ്ടിരുന്നാൽ അനാവശ്യമായ സംഘർഷങ്ങൾക്ക് കാരണമാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് തുറന്ന് സംസാരിച്ച് അപ്പോൾ തന്നെ തീർക്കുക. വാശി, വൈരാഗ്യം, അസൂയ, ദേഷ്യം ഇതൊക്കെ നാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ദുഷിച്ചു പോകുന്നത്. ധ്യാനം, ജപം, സമൂഹ പ്രാർത്ഥന, സദ്വിചാരം എന്നിവയിലൂടെ മനഃശുദ്ധി നേടുന്നതും ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തിക്കാൻ ഗുരു ഉപദേശിച്ചതിന്റെ കാരണവും മറ്റൊന്നല്ല. ഗുരുദേവൻ രോഗനിവാരണത്തിന് വേണ്ടി രചിച്ച പ്രത്യേക കൃതികളായ ഭദ്രകാളി അഷ്ടകം, കോലതീരശസ്തവം തുടങ്ങി നാം നിത്യവും ജപിക്കുന്ന ദൈവദശകം, ഗുരുസ്തവം, ഗുരുഷക്കം എന്നീ കൃതികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരവരുടെ വീടുകളിലും ശാഖകളിലും പ്രാർത്ഥനാ നിരതരാകേണ്ടതാണ്. വാർഷിക ചതയത്തിന് മാത്രമല്ല, എല്ലാ ചതയത്തിനും കഴിയുമെങ്കിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ആരോഗ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും ഈ പ്രാർത്ഥനയോളം വലുതായി മറ്റൊന്നും ഇല്ല എന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഗുരു നമുക്ക് കൃതികളിലൂടെയും മറ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടതടവില്ലാതെയുള്ള പ്രാർത്ഥന വിധിയെപ്പോലും മാറ്റി എഴുതുവാൻ കഴിവുള്ള ഒരായുധമാണെന്ന്. ആരുടെയും മനസ്സ് നാം കാരണം വേദനിപ്പിക്കാതിരിക്കുക, ആരുടെയും കുറ്റവും കുറവും പറയാതിരിക്കുക, കഴിവുള്ള സഹായങ്ങൾ അർഹതയുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മുടെ ആത്മാവ് പോലെ തന്നെയാണ് മറ്റുള്ളവരുടേതെന്നും മനസ്സിനെ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുക. കഴിയുന്നതും ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കുക. ആരുള്ള അൻപ്, അനുകമ്പ ഇവയെ സന്തത സഹചാരികളാക്കുക. ഇനി പ്രാർത്ഥിക്കാനുള്ള ഒരു ചുറ്റുപാട് കൂടി, അതായത് എനിക്കറിയാവുന്ന വിധം പറഞ്ഞു തന്നിട്ട് ഞാൻ ചതയം ഓർക്കാനൊരു ഹൃദയം എന്ന വിഷയം അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാനായി നമുക്ക് ഒരു ഉപാധി വേണം. അതാണ് ഭക്തി. എന്താണ് ഭക്തി? ഭക്തി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ആദ്യം നമ്മുടെ ഇഷ്ടദേവനെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മിലുള്ള എല്ലാ ദുർചിന്തകളെയും ദുരാഗ്രഹങ്ങളെയും കരിച്ചു തന്ന് വറുത്തു കളയണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കണം. അപ്രകാരം മനസ്സിനെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇനി വേണം പ്രാർത്ഥന തുടങ്ങുവാൻ. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ ഭഗവാനെ, എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കല്ല, എൻ്റെ മക്കൾക്കല്ല, എൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടിയല്ല, പിന്നെയോ ഞാൻ ഉൾപ്പെടുന്ന ആകവേ, അതായത് ഞങ്ങളെ എല്ലാം നിന്റെ മഹസ്സാവുന്ന ആഴിയിൽ നിത്യവും വസിക്കുവാനും അവസാനം നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. സ്നേഹമാകുന്ന പാശം കൊണ്ട് ഇത്രയും നാളും അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. പലപ്പോഴും നല്ല വഴിയിൽ എത്തിയിട്ട് കാൽ വഴുതി പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഞങ്ങൾക്കിനി
പണമോ പ്രതാപമോ കൊട്ടാരം പോലുള്ള വീടോ ഒന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ പരമപദം മാത്രം. അത് ഞങ്ങൾക്ക് കനിഞ്ഞു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. മാനത്തുമൂഴിയിലും ആഴിയിലും പ്രകാശമാന സ്വരൂപമോടുകൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ്ണ നില പൂണ്ടരുളും വിഭോ നിൻ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം നിയമാർന്നിടട്ടെ. ഓം തത്സത്.